കഴിഞ്ഞ ദിവസം ഒരാളൊരു സംശയം ചോദിച്ചു ഒരു വീഡിയോയുടെ താഴെ. ഈ പോത്തിന് മൂക്കുകയറ് കുത്തിയതിന് ശേഷം ഈ പോത്ത് വളർത്തുന്ന ആളോട് ഇതിന് ഭയങ്കര ദേഷ്യം, പേടി, ഇങ്ങനെ കാണുമ്പോൾ ഇത് ഓടാൻ ശ്രമിക്കുന്നു, തീറ്റയും കൊണ്ട് ചെന്ന് കഴിയുമ്പോൾ ഇത് പേടിച്ച് നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ പോത്തിന് മൂക്കുകയറ് കുത്തുമ്പോൾ നമ്മൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർക്ക് ഉണ്ടാകുന്നൊരു പ്രശ്നമാണ്. നമ്മൾ മൂക്ക് കുത്തുന്ന ഒരാളെ നമ്മൾ വിളിക്കും, അല്ലെ ഡോക്ടർമാരെ കൊണ്ടായിരിക്കും ചെയ്യിക്കുന്നത്. പക്ഷേ വരുന്ന ആൾ ഒറ്റയ്ക്കാണെങ്കിൽ അവർ പറയും ആരെങ്കിലും വന്ന് ഇതിനെ ഒന്ന് സഹായിക്കാൻ, ഒന്ന് പിടിച്ച് തന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് പറയും. അപ്പോൾ നമ്മൾ തന്നെ ഇതിനെ വട്ടം കൈയും കാലും ഒക്കെ കെട്ടിയും തലയൊക്കെ വളരെ മുറുക്കി പിടിച്ചും ഒട്ടും അനങ്ങാത്ത രീതിയിലൊക്കെ നമ്മൾ വളരെ ബലപ്രയോഗത്തിലൂടെയാണ് ഇതിനെ പിടിച്ച് ഈ മൂക്ക് തുളയ്ക്കുന്നത്. അപ്പോൾ വളർത്തുന്ന നമ്മൾ തന്നെയായിരിക്കും ഇതിനെ കൂടുതലും പിടിക്കുന്നത്, ഇതിനെ സഹായിക്കുന്നത്. അങ്ങനെ വരുമ്പോഴുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇതുങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നമ്മളുടെ സ്നേഹം പോയി നമ്മൾ ഇതിനെ വേദനിപ്പിക്കാൻ കൂട്ടുന്ന ഒരാളായിട്ട് നമ്മളെ കരുതുകയും ചെയ്യും. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഈ കുത്തും കഴിഞ്ഞ് കുത്തുന്ന ആളോ ഡോക്ടറൊക്കെ പോകും. നമ്മൾ പിറ്റേ ദിവസം ഇതുപോലെ ഇതിൻ്റെ അടുത്ത് ചെന്ന് കഴിയുമ്പോൾ ഇതുങ്ങൾക്ക് നമ്മളൊരു ദേഷ്യമോ ഒരു പിണക്കോ ഒരു പേടിയോ ഭയമോ ഒക്കെ ഉണ്ടാകും. കാരണം നമ്മളിങ്ങനെ ചെയ്യാനായിരിക്കും ചെല്ലുന്നത്, അതിനെ പിടിക്കുമ്പോൾ ഇന്നലത്തെ പോലെ പിടിച്ച് കെട്ടാനായിരിക്കും എന്നൊരു ചിന്ത തോന്നും. അപ്പോൾ പുള്ളിക്ക് ചോദിച്ച സംശയം എന്ന് പറഞ്ഞാൽ അത് മാറാൻ എന്നാ ചെയ്യുമെന്നുള്ളതാണ്. മാറാൻ നമ്മൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതിനോട് കുറേ സ്നേഹത്തോടെയൊക്കെ പെരുമാറുക, ശർക്കര, പഴം, ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇടപെട്ട ദിവസങ്ങളിൽ ഇടയ്ക്കും നമ്മൾ ചെല്ലുമ്പോഴൊക്കെ ഒന്ന് കൊടുക്കുക. രാവിലെ നമ്മൾ ഇതിനടുത്തേക്ക് ചെല്ലുമ്പോൾ ചെറിയ കഷ്ണം ഒരു ശർക്കര 1 കിലോ ശർക്കരയായിട്ടൊന്നും ചെല്ലണ്ട, ചെറിയൊരു കഷ്ണം ശർക്കരയായിട്ട് ചെല്ലുക. അങ്ങനെ എന്തെങ്കിലും മധുരമുള്ള സാധനങ്ങൾ, പഴങ്ങൾ ഒക്കെ നമ്മൾ കൊടുക്കുമ്പോൾ അതുങ്ങൾ ഓട്ടോമാറ്റിക്കലി ആ പേടി മാറും. അതങ്ങനെ സംഭവിച്ചു പോയ കാര്യങ്ങൾ മറക്കുകയും പഴയതുപോലെ നമ്മളൊരു അടുപ്പം കാണിക്കുകയും ചെയ്യും. അതൊക്കെ നമുക്കതിന് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇതിനെ മൂക്ക് കുത്താൻ വരുന്ന ടൈമിൽ നമ്മളത് ഒഴിവാക്കി വെക്കുക. പരിചയമുള്ള ഒരാളെ, സഹായത്തിന് ഒരാളെ വിളിച്ച് നിർത്തുക, ഇല്ലേ മൂക്ക് കുത്താൻ വരുന്ന ആളുടെ ഒരാളെ കൊണ്ടുവരാൻ പറയുക. അതായിരിക്കും എപ്പോഴും സേഫ്. കാരണം നമ്മളിത് ആദ്യം വളർന്ന ആളായതുകൊണ്ട് വേറൊരു കുഴപ്പമുണ്ട്. നമ്മളിത് പിടിക്കുന്നതും അതുപോലെ കെട്ടുന്നതൊന്നും ശരിയായില്ലെങ്കിൽ ഇത് പെട്ടെന്നൊരു ചാടുമ്പോൾ ഇതിൻ്റെ കാല് വന്ന് നമ്മുടെ കാലയെ കൊള്ളുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ഫ്രാക്ചറായി പോകും. വളരെ അപകടങ്ങളുണ്ടാവും. കുത്തുന്ന ആൾക്ക് നല്ല പരിചയം കാണും, പുള്ളി മാറിക്കൊടുക്കുകയും ചെയ്യും. അതുകൊണ്ട് ഒരാളെ ഹെൽപ്പിന് എപ്പോഴും വിളിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം. കാരണം നമ്മളാണ് പിന്നെ അതിനെ വളർത്തിക്കൊണ്ട് പോകേണ്ടത്. ഓക്കെ.